നമ്മളുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇലക്ഷനെ പറ്റിയാണല്ലോ. ഇതിൽ 4 ഫേസസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്, ഇനിയും 3 കൂടെ ഉണ്ട്. അതിനെപ്പറ്റി എന്താണ് ഒരു അവലോകനം? പറഞ്ഞ പോലെ 3 ഫേസ് 4 ഫേസ് 7 ഫേസിലും 4 ഫേസ് കഴിഞ്ഞ് ഇനി 3 ബാക്കിയുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് 4ൽ 3 സീറ്റുകളിലേക്കുള്ള വോട്ടിങ് ഈ 4 ഫേസസിൽ കഴിഞ്ഞ് ഇനി 3 ബാക്കിയുള്ള ഫേസുകൾ അബൌട്ട് 1/4 ആണ്, അതായത് 153 സീറ്റ്സാണ് ഇനി ബാക്കിയുള്ളത്. അപ്പം മെജോറിറ്റി ഓഫ് റിസർച്ചിലേക്കുള്ള പോളിങ് ഓൾറെഡി കഴിഞ്ഞു. പിന്നെ നമ്മൾ ഇതിനെപ്പറ്റി ഒരു അവലോകനം എന്ന് പറഞ്ഞാൽ ഒരു ട്രെൻഡ് എന്താണ്, ആരാണ്, അതിനിപ്പോൾ ഒന്നും പറയാൻ പറ്റത്തില്ല. കാര്യം എക്സിറ്റ് പോളുകളോ അതുപോലുള്ള അവലോകനങ്ങളോ ഒന്നും ഇല്ല. അതെല്ലാം ഇനിയും 7ാമത്തെ ഫേസുകൾ കഴിഞ്ഞതിന് ശേഷം മാത്രമേ വരുള്ളൂ. അപ്പോൾ നമുക്കൊരു ഊഹമില്ല. പല എക്സിറ്റ് പോളുകളിൽ ഫലം കാണുമ്പോൾ നമുക്കൊരു പരിധിവരെയൊക്കെ കുറച്ചൊക്കെ ഊഹിക്കാൻ പറ്റും, പലതും തെറ്റാണെങ്കിൽ പോലും. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യണം. അതിൽ അറിയാം, നമുക്ക് 4ാം തീയതി വരെ വെയിറ്റ് ചെയ്യണം. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം 2 അലയൻസുകളും വിജയം അവകാശപ്പെടുന്നുണ്ട്, അത് വേറെ. പക്ഷെ നമ്മൾ വേറൊരു കാര്യമാണ് ഇപ്പോൾ വേറെ 1-2 കാര്യങ്ങൾ. ഒന്ന്, ഈ വോട്ടിംഗ് ശതമാനത്തെ പറ്റി, വോട്ടേഴ്സ് ടേൺ ഔട്ടിനെ പറ്റി. അതായത് ആദ്യത്തെ 3 ഫേസിൽ വോട്ടിംഗ് ശതമാനം 2019 കുറവായിരുന്നു. 4ാമത്തേനകത്ത് അതിനേക്കാൾ കൂടുതലായിരുന്നു. അപ്പോൾ ആ ട്രെൻഡ് തന്നെ ആയിരിക്കും ചിലപ്പോൾ അടുത്ത 3ൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇനിയുള്ളത് കുറച്ച് സീറ്റുകളേ ഉള്ളൂ എന്നുള്ളതാണ് ഒരു കാരണം. പക്ഷേ ഈ വോട്ടിംഗ് ശതമാനം കുറയുകയും കൂടുകയും ചെയ്യുമ്പോൾ എങ്ങനെയാണ് അത് പാർട്ടികളെ ഇമ്പാക്റ്റ് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കിയാൽ, ഇപ്പോൾ ഈ കേഡർ പാർട്ടികളുണ്ടല്ലോ, ഇപ്പോൾ BJP, കമ്മ്യൂണിസ്റ്റ് പാർട്ടികളൊക്കെ കേഡർ പാർട്ടികളാണ്. അവർക്കൊരു ഫിക്സഡ് വോട്ട് ബേസ് ഉണ്ട്, അത് കമ്മിറ്റഡ് വോട്ട് ബേസാണ്. അത് ഒരിക്കലും അവരുടെ പാർട്ടി മോശമായി പ്രവർത്തിച്ചാൽ, അവരുടെ പെർഫോം ചെയ്തില്ലെങ്കിലും, അലിഗേഷൻസ് ഉണ്ടെങ്കിലും, എന്തെല്ലാം തെറ്റുകൾ പാർട്ടിക്കും പാർട്ടിയുടെ നേതാക്കളും ഗവൺമെൻറ്റും ഉണ്ടായാലും അവർ വോട്ട് ചെയ്തിരിക്കും. മനസ്സിലായില്ലേ? അപ്പം അതേസമയം ഈ നോൺ കേഡർ പാർട്ടികളുടെ വോട്ട്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് മെമ്പേഴ്സൊക്കെ ഫിക്സഡ് ആയിട്ടുണ്ടെങ്കിൽ പോലും കൂടുതലും അതിനകത്ത് ഫ്ലോട്ടിംഗ് ആണ്. എന്ന് പറഞ്ഞാൽ ഫെൻസിലിരിക്കുന്നത്, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ സാധ്യതയുള്ള വോട്ടേഴ്സാണ് അവർ. അപ്പോൾ ഈ നോൺ കമ്മിറ്റഡ് വോട്ടേഴ്സ്, അതായത് ഫിക്സഡ് അല്ലാത്ത, ലോയൽ അല്ലാത്ത ഈ വോട്ടേഴ്സ് ഉണ്ടല്ലോ, അവർ എപ്പോഴും പലപ്പോഴും ഈ പാർട്ടി നോക്കാതെ കാൻഡിഡേറ്റ്സിനെ നോക്കി അവരുടെ ഇഷ്ടം, അങ്ങനെ അവരോടുള്ള താല്പര്യം, അതുകൊണ്ട് അല്ലെങ്കിൽ ലോക്കലായിട്ടുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ സംസ്ഥാനത്തെ പ്രശ്നങ്ങൾ, നാഷണൽ പ്രശ്നത്തേക്കാൾ കൂടുതൽ ഒക്കെ ആയിരിക്കും അവരെ കൂടുതൽ സ്വാധീനിച്ചിരിക്കുന്നത്. അപ്പം അവർ അതിൻ്റെ ബേസിലായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ അത് എങ്ങനെ ഇമ്പാക്റ്റ് ചെയ്യുന്നു എന്ന് നോക്കിയാൽ, ചിലർ ഈ നോട്ടായി വോട്ട് ചെയ്യും. അവർക്ക് വിചാരിക്കുക ഒരു പാർട്ടിക്കും അവർക്ക് താല്പര്യമില്ല എന്ന് തോന്നുകയാണെങ്കിൽ നോട്ടായി ചെയ്യും. അല്ലാത്തവരെന്ത് ചെയ്യും? അബ്സ്റ്റെയിൻ ചെയ്യും. അപ്പോൾ അബ്സ്റ്റെയിൻ ചെയ്യുമ്പം ആണ് വോട്ട് ശതമാനം കുറയുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്ലോട്ടിംഗ് വോട്ടേഴ്സ് കൂടുതൽ വോട്ട് ചെയ്യുന്നത് നോൺ കേഡർ പാർട്ടിയൊക്കെ ആയതുകൊണ്ട് മിക്കവാറും അവരെ ആയിരിക്കും കൂടുതൽ എഫക്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇന്ത്യ അലയൻസിനായിരിക്കും ഈ വോട്ടിംഗ് ശതമാനം കുറഞ്ഞതുകൊണ്ട് ദോഷമുണ്ടാകും. പിന്നെ 4ാമത്തേതും പിന്നെ ഇനി വരെയും വരാൻ പോകുന്ന 3-നകത്തും ശതമാനം കൂടുകയാണെങ്കിൽ അത് തിരിച്ചും അതിൻ്റെ ഗുണം ഉണ്ടാകാം. നമ്മുടെ ഒരു നിഗമനമാണിത്. ആക്ച്വലി അത് അങ്ങനെ തന്നെ ആയിരിക്കണമെന്നില്ല. കാര്യം ഈ ഫ്ലോട്ടിങ് ഇങ്ങനെ ഫെൻസിലിരിക്കുന്ന ആൾക്കാർ കേഡർ പാർട്ടികളിലും ഒക്കെ വോട്ട് ചെയ്യുന്നവരുണ്ട്, ധാരാളം ആൾക്കാർ. പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഇവർ അവകാശവാദം ഉണ്ടായിരുന്നു, എല്ലാവരും 2 പാർട്ടികൾ 2 അലയൻസുകളും വിജയിക്കും, മെജോറിറ്റി ഉണ്ടാവുമെന്നൊക്കെ വിജയിക്കും. പക്ഷേ ഇന്ത്യ അലയൻസിനെ പറ്റി ഒരു കാര്യം പറയുന്നത്, അവർ ഒന്നിച്ച് ചേർന്നിരുന്നെങ്കിൽ ശരിക്കും ഒരു ഫൈറ്റ് ഈ NDAയ്ക്കും BJPക്കും കൊടുക്കാമെന്നും ശരിക്കും വിജയിക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. പക്ഷേ പലരും അവരുടെ സ്വന്തം താല്പര്യങ്ങളും ഒക്കെയാണ് മുന്നിൽ വയ്ക്കുന്നത്. അതായത് ബ്രോഡറായിട്ടുള്ള ഒരു കാഴ്ചപ്പാടല്ലേ, ബ്രോഡറായിട്ടുള്ളൊരു ഒബ്ജക്റ്റിനെ കൂടുതൽ. ഇപ്പം TMCയെ തന്നെ എടുക്കാം, മമതാ ബാനർജി. അവിടെ അവർ ഒറ്റയ്ക്ക് ഇന്ന് ഫൈറ്റ് ചെയ്യുന്നു, മറ്റുള്ള ഇന്ത്യ അലയൻസുള്ള പാർട്ടികൾക്ക് എഗൻസ്റ്റ് ആയിട്ട് അവർ ഫൈറ്റ് ചെയ്യുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇന്ത്യ ബ്ലോക്ക് ജയിക്കുക, മെജോറിറ്റി കിട്ടുവാൻ അവർ പുറത്ത് നിന്ന് സപ്പോർട്ട് ചെയ്യുന്നു പറഞ്ഞു. ഇതൊക്കെ ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത്. കാര്യം ആൾക്കാർക്കറിയാം ഇത് ചുമ്മാ ഒരു തട്ടുവെളുപ്പൻ, അവർ ഈ പുറത്തുനിന്ന് സപ്പോർട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാ, അവരുടെ താല്പര്യങ്ങളനുസരിച്ചിട്ട് കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ, അല്ലെങ്കിൽ നെഗോഷിയേഷൻ, അവർക്ക് അത്ര മന്ത്രിമാരെ വേണമെങ്കിൽ ഈവൻ പ്രൈം മിനിസ്റ്റർ ആകണം, അല്ലെങ്കിൽ അവർ പറയുന്ന പോലുള്ള കാര്യങ്ങൾ ചെയ്തില്ല, അവർക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും പോളിസി ഇത് ചെയ്യുകയാണെങ്കിൽ ഉടനെ
സപ്പോർട്ട് പിൻവലിക്കും, താഴെ പോകും. അപ്പോൾ അങ്ങനെയുള്ളൊരു ഇൻസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു അലയൻസിൽ വോട്ട് ചെയ്യണോ എന്നുള്ളൊരു തോന്നൽ ജനങ്ങൾക്കും ഉണ്ടാകാം. മനസ്സിലായില്ലേ? പിന്നെ അതുപോലെ തന്നെ ഇതെല്ലാ പാർട്ടികൾക്കും എല്ലാ അലയൻസുകളും ഇപ്പോൾ CPM ആണെങ്കിലും അങ്ങനെ അത് അവരുടേതായിട്ടുള്ള ചില ലിമിറ്റേഷൻസ് ഉണ്ട്. അവർക്ക് നാഷണൽ പാർട്ടി എന്നുള്ള അതും സിമ്പലും ഒക്കെ നിലനിർത്തണം. അങ്ങനെ അതുകൊണ്ട് അവരിവിടെ കോൺഗ്രസും ഇന്ത്യ CPM നേരിട്ട് ഫൈറ്റ് ചെയ്യുന്നു. ബംഗാളിൽ അവർ ഒന്നിച്ചാണ് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ തന്നെയാണ് ഈ മറ്റേ AAPയുടെ കാര്യവും മറ്റുള്ള ഇവിടെയൊക്കെ. അപ്പോൾ ഇവർ ഒറ്റക്കെട്ടായിട്ട് നിന്ന് സീറ്റ് ഉപയോഗിച്ച് ചെയ്തിരുന്നെങ്കിൽ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഡിഫറൻ്റ് ആയിരുന്നു. ഓക്കെ. ഇപ്പോൾ കേജ്രിവാളിന് ഇടക്കാല ജാമ്യം കിട്ടിയല്ലോ, അത് ഈ ഇന്ത്യൻ അലയൻസിനെ ഹെൽപ്പ് ചെയ്യുമോ? അത് ഞാനിപ്പം ഈ TMC മമതാ ബാനർജിയെ ഒക്കെ പറഞ്ഞ പോലെ അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് പറയാം. അതിന് മുമ്പ് ഒരു കാര്യം കൂടെ മമതാ ബാനർജി, ഇപ്പം മമതാ ബാനർജിയെ പോലുള്ള നേതാക്കളെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വേറെ ഇപ്പം കേജ്രിവാളെ, സൊറാനെ പോലുള്ള ചീഫ് മിനിസ്റ്റേഴ്സിനെ ഒക്കെ ഓരോ കുറ്റങ്ങൾ ചുമത്തി ശരിയായിരിക്കാം തെറ്റായിരിക്കാം ഇനി അവരെ വിചാരണ നടത്താതെ ജയിലിലാക്കി. ഇത് നാളെ മമതയ്ക്കും ഉണ്ടാകാം. കാര്യം മമതയ്ക്ക് എഗൻസ്റ്റായിട്ടും കണ്ടോ ഒത്തിരി പിന്നെ കറപ്ഷൻ കേസുകളും അലിഗേഷൻസും ഒക്കെ ഉണ്ട്. നാളെ അവരെ ഇത് ചെയ്യാം. അപ്പോൾ അവർ എന്നിട്ടും അവരുടെ സ്വന്തം താല്പര്യത്തിന് വേണ്ടി അറ്റ്ലീസ്റ്റ് ആ ഒരു താല്പര്യത്തിന് വേണ്ടിയെങ്കിലും ഒരു ബ്രോഡറായിട്ടുള്ള കാഴ്ചപ്പാട് കാണിക്കാതെ ഇത് നിന്ന് നാളെ ഇവരെ ഒറ്റയ്ക്ക് നിന്ന് കുറേ സീറ്റുകൾ കിട്ടിക്കഴിഞ്ഞാലും ഇവരെ പിടിച്ച് ഇതുപോലെ ഒന്നുമല്ലാതാക്കുന്ന ഒരു രീതിയിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ എന്താ കാര്യം? എനിവേ, നമുക്ക് ഈ കേജ്രിവാളിന് ബെയിൽ കിട്ടി, കമ്പയിൻ ചെയ്യാൻ തുടങ്ങി. പക്ഷേ ഒരു സംശയം ഇപ്പോഴും നിലനിൽക്കുന്നത് കേജ്രിവാളിൻ്റെ എൻട്രി ആരെ സഹായിക്കും എന്നുള്ളതാണ്. ഇപ്പം ഇന്ത്യ അലയൻസിനെ സഹായിക്കുന്നു. പക്ഷെ കേജ്രിവാൾ വന്നു, ശരിക്കാണ് BJPയെ പിന്നെ നേരിട്ടൊരു അവരുടെ 75 വയസ്സ് റിട്ടയർമെൻറ്റ് പ്രായം എന്നൊക്കെ ഉള്ളത് വെച്ച് ഒരു സംസാരമൊക്കെ ഉണ്ടാക്കി, അങ്ങനെ ഒരു ഓളം ഉണ്ടാക്കി എന്നുള്ള സത്യമാണ്. പക്ഷേ ഇത് ഇന്ത്യ അലയൻസിൽ ഒത്തിരി കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഈ AAP എന്ന് പറയുന്നത് പഞ്ചാബിലും ഡൽഹിയിലും ഒതുങ്ങിയിരിക്കുന്ന ഒരു പാർട്ടിയാണ്. പിന്നെ അത്യാവശ്യം അവിടെ ഗോവ, ഗുജറാത്തിലൊക്കെ ചെറിയ ഇതൊക്കെ ഉണ്ട്. അല്ലാതെ വേറെ എങ്ങുമില്ല. ഒരു പാൻ ഇന്ത്യ പാർട്ടിയല്ല ഇപ്പോഴും. അതേസമയം കോൺഗ്രസ് എന്ന് പറഞ്ഞൊരു പാൻ ഇന്ത്യ പാർട്ടി, ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും പ്രസൻസ് ഉണ്ട്. അവർക്ക് സീറ്റുകൾ കുറവാണെങ്കിലും അവിടെ വോട്ടിംഗ് പെർസെൻറ്റേജ് എപ്പോഴും ഉണ്ട്. ജനങ്ങൾ ഒത്തിരി കോൺഗ്രസ് വോട്ട് ചെയ്യുന്ന ആൾക്കാർ എല്ലാ സ്ഥലത്തും ഇന്ത്യയുടെ ഭാഗത്തുള്ള ഒരു പാർട്ടിയാണ്. അപ്പം ഈ കേജ്രിവാൾ വന്നിട്ട് കേജ്രിവാൾ AAP ആണ് ഇന്ത്യ അലയൻസിനെ ലീഡ് ചെയ്യാൻ പോകുന്നത്, കേജ്രിവാൾ ആയിരിക്കും ഈ അലയൻസിനെ ലീഡ് ചെയ്യുന്നൊക്കെ പറഞ്ഞൊരു ഇംപ്രഷൻ ഉണ്ടാക്കാൻ ശ്രമിച്ചത് ഈ ഇന്ത്യ അലയൻസ് കൺഫ്യൂഷനാണ്. ഈ വോട്ടേഴ്സിനെ സെലക്ട്, അപ്പം ഈ കോൺഗ്രസിനെ വോട്ട് ചെയ്യുന്ന, കോൺഗ്രസ് മുന്നിൽ നിന്ന് നയിക്കണമെന്ന് വിചാരിക്കുന്ന പല ആൾക്കാരും പല വോട്ടേഴ്സും മാറി ചിന്തിക്കും പോലെ ചെയ്തു. കാര്യം ഞങ്ങൾ വോട്ട് ചെയ്യുന്നത് കോൺഗ്രസ് ലീഡ് ചെയ്യാൻ വേണ്ടിയാണ്, അല്ലാതെ AAPക്ക് അല്ല എന്ന് തോന്നിയിട്ട് അവർ ഒന്നിനും പറഞ്ഞ പോലെ നോട്ടായിക്കോ അല്ലെങ്കിൽ അബ്സ്റ്റെയിൻ ചെയ്യുകയോ അല്ലെങ്കിൽ ഈവൻ BJPക്ക് വോട്ട് ചെയ്യുകയോ ഒക്കെ ചെയ്തെന്നിരിക്കും. കാര്യം ഈ ഇൻസ്റ്റബിലിറ്റിയുടെ പ്രശ്നങ്ങളുണ്ട്. നമ്മൾ പറഞ്ഞ പോലെ ഈ മമതാ ബാനർജി, അത് പിന്നീട് പിന്നെ ബാർഗെയിനിങ്ങിൻ്റെ പ്രശ്നം, ഇവർ തമ്മിൽ ജയിക്കുവാണെങ്കിൽ തന്നെ ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ, പിന്നെ ഓൺഗോയിങ് ആയിട്ടുള്ള പ്രശ്നം, ഇങ്ങനെയൊക്കെയുണ്ട്. ഇവർ ഒന്നിച്ച് നിന്ന് ജനങ്ങളുടെ മുമ്പിൽ ഒരു ഒറ്റ യൂണിറ്റ് ആണ് അല്ലെങ്കിൽ ഒരു അലയൻസ് ആണ് ഇതാണെന്ന് കാണിക്കാൻ ഇവരെ കൊണ്ട് ഇതുവരെ പറ്റിയിട്ടില്ല എന്നുള്ളൊരു സത്യമാണ്. പിന്നെ അതുപോലെ തന്നെ കേജ്രിവാൾ ഈ പറഞ്ഞ പോലെ വന്നിട്ട് ഈ അലയൻസിനോട് ഒന്നും ഡിസ്കസ് ചെയ്യാതെ 8 പോയിന്റ് പ്രോഗ്രാം ഒക്കെ അങ്ങോട്ട് പ്രവചിച്ചു. ഇതൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാക്കും. ആ അലയൻസിൽ തന്നെ ഒരു ഫ്രിക്ഷൻ ഉണ്ടാക്കി. അപ്പം വേറെ അത് പിന്നെ മറ്റുള്ളവർക്കും അത് ഒരു ഡിസ്കോഡ് ഉണ്ടാക്കി എന്നുള്ളതാണ് സത്യം. പിന്നെ നമ്മൾ AAPയുടെ ഇപ്പം ഇത് പറയുമ്പം AAPയുടെ ഇപ്പം കേജ്രിവാളിൻ്റെ ഒരു പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം കേജ്രിവാളിലൂടെ വന്നു അതിനിടയ്ക്ക് ഇപ്പം ഈ സ്വാതി മെൻവാൾ എന്ന് പറയുന്ന ഒരു രാജ്യസഭ MP, AAPയുടെ രാജ്യസഭ MP കേജ്രിവാളിൻ്റെ PAക്ക് അഗൻസ്റ്റായിട്ട് അസോൾട്ട് ചെയ്ത അലിഗേഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് പാർട്ടിയിൽ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കേജ്രിവാളിനെ തന്നെ അതിനകത്ത് പേര് എടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത് ഈ അലിഗേഷനുമായിട്ടുള്ള പ്രശ്നത്തിൽ. അപ്പോൾ പിന്നെ ഓൾറെഡി ഈ പാർട്ടിയിൽ നിന്ന് MLAമാരും ഒക്കെ മറ്റുള്ള ലീഡേഴ്സും ഒക്കെ BJPയിലും ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അത് കാര്യം BJPയെ സംബന്ധിച്ചോളം ഈ AAP എന്ന് പറഞ്ഞ പാർട്ടി തകർക്കണമെന്നുള്ള, ഈ കോൺഗ്രസിനെ അത്ര ഈസി ആയിട്ടൊന്നും തകർക്കാൻ പറ്റത്തില്ല. എല്ലായിടത്തും ഉള്ളതാണ്. സീറ്റുകൾ കുറവായിരിക്കാം, പക്ഷേ പെർസെൻറ്റേജ് ഓഫ് വോട്ട് ഇപ്പോഴും നല്ല രീതിയിൽ എല്ലായിടത്തും ഉള്ളതാണ്. AAP എന്ന് പറഞ്ഞാൽ 1 2 അവരിനി വളർന്ന് പറന്ന് വലുതാകുന്നതിന് മുമ്പേ അവരെ തകർക്കുക എന്നുള്ളതാണ്
BJPയുടെ ലക്ഷ്യം. കാര്യം BJPയിലൊരു ഒത്തിരി പുതിയ യങ്സ്റ്റേഴ്സ് വരുന്നുണ്ട്, അപ്പൊളിറ്റിക്കലായിട്ടുള്ള കുറേ ആൾക്കാരുണ്ടായിരുന്നു. കാര്യം കറപ്ഷൻ ഇല്ല, വെൽഫെയർ സ്റ്റേറ്റ് ആണ്, അതിൻ്റെ ഒരു പ്രോഗ്രാമാണ് അവർ കൊടുക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള ഒത്തിരി അട്രാക്ഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ അതല്ല, ഇവർ കറപ്റ്റ് പാർട്ടിയാണ്, പിന്നെ അങ്ങനെ ഇവരെ മറ്റുള്ള പാർട്ടികളെക്കാളും മോശമാണ് എന്ന് വരുത്തി തീർക്കി അവരുടെ പാർട്ടി, അവരുടെ നേതാവിനെ നേതാക്കന്മാരെ അകത്താക്കുകയും കേസുകൾ കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്. ഈ പറഞ്ഞ കേസുകളൊക്കെ സത്യമാണോ ശരിയാണോ എന്നൊന്നും നമുക്കിപ്പോഴും അറിയത്തില്ല. പക്ഷേ അതൊരു ട്രെൻഡാണ്. ഇത് വളരെ ഇപ്പം ഇലക്ഷൻ വരുന്നതിന് തൊട്ട് മുമ്പ് 1.5 വർഷമായിട്ടുള്ളൊരു കേസിൽ തൊഴുന്നതിന് മുമ്പ് ഒരാളെ ഇത് പിന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ജയിലിലിടുക എന്നൊക്കെ പറയുന്നത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ അങ്ങനെയാണ് ഈ ഇൻ്റർവ്യൂ കോടതി കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പം നമ്മൾ പറഞ്ഞു എന്ന് വെച്ചാൽ ഈ പ്രശ്നങ്ങളൊക്കെ ഈ പാർട്ടിയെ തകർക്കാൻ വേണ്ടി ഉപയോഗിക്കും. കാര്യം ഈ പാർട്ടിയെ മാത്രമല്ല, എല്ലാ പാർട്ടികളെയും തകർക്കാൻ വേണ്ടി ഏജൻസികളെ ഉപയോഗിക്കാം. പിന്നെ പല ഏജൻസികളെ ഉപയോഗിച്ച് പല രീതിയിൽ ചെയ്യുന്നുണ്ട്. ആൾക്കാരെ മറ്റുള്ള പാർട്ടിയിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാനും അങ്ങനെ ഒത്തിരി ഇത് ചെയ്യുന്നുണ്ട്. മറ്റു ഓരോ വലിയ നേതാക്കന്മാരെ കേസിൽ കൊടുക്കുവാനും ഇമേജ് തകർക്കാനും അവരുടെ അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യുക, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇലക്ഷൻ കമ്മീഷൻ എന്തുമാത്രം നിഷ്പക്ഷമായിട്ടാണ് പ്രവർത്തിക്കുന്നതെന്നൊന്നും പലപ്പോഴും സംശയം ഉണ്ടാക്കുന്ന പല കാര്യങ്ങളുമുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും ഒരു നീതിപൂർവമല്ലാത്ത ഒരു ഇലക്ഷനാണ് നടന്നു പോകുന്നതെന്ന് ചിലപ്പോൾ സംശയിച്ചു പോകാൻ കഴിയില്ല. അപ്പം പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഈ AAP പാർട്ടിയെ തകർക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ്, എല്ലാ ഓപ്പോസിഷൻ പാർട്ടിയെ തകർക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ്. കാര്യം അവർ ഒറ്റ പാർട്ടി മാത്രം മതി എന്നുള്ളൊരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പല നേതാക്കന്മാർ. ഒരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാം. അതായത് ഈ ഇലക്ഷൻ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ അതായത് ആധുനിക ഇന്ത്യയുടെ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ല്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇലക്ഷനാണ്. കാര്യം ഈ ഇലക്ഷൻ്റെ റിസൾട്ട് ഒരു പരിധിവരെ നമ്മുടെ ഇന്ത്യ മഹാരാജ്യം ഭാവിയിൽ എങ്ങനെയായിരിക്കുമെന്ന് തീരുമാനിക്കപ്പെടുന്ന ഒരു ഇലക്ഷനാണ്. കാര്യം നമ്മൾ ഒരു ജനാധിപത്യ രാജ്യമായിട്ട്, ഒരു സെക്കുലർ രാജ്യമായിട്ട്, അല്ലെങ്കിൽ എല്ലാ മൈനോറിറ്റീസിനും ഇന്ന് കിട്ടുന്ന പോലുള്ള റൈറ്റ്സ് ഉണ്ടാകുമോ, ഇവിടെ ഇനിയും ഇതുപോലുള്ള എലക്ഷൻസ് ഉണ്ടാകുമോ, അങ്ങനെയുള്ള പല പല കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്നു. അതായത് ജുഡീഷ്യറി എങ്ങനെയായിരിക്കും, കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എങ്ങനെയായിരിക്കും, പാർലമെൻ്ററി സമ്പ്രദായം ഇങ്ങനെ പല കാര്യങ്ങളും തീരുമാനിക്കപ്പെടുന്നതായിരിക്കും. കാര്യം ഈ BJP അല്ലെ NDA സംബന്ധിച്ചോളം മിഷൻ 400 എന്ന് പറഞ്ഞാൽ 400 സീറ്റ് വേണമെന്നുള്ള അവരുടെ ആഗ്രഹം തന്നെ ഈ ഭരണഘടന ഭേദഗതി ചെയ്യണമെന്നുള്ളതാണ്. ഭരണഘടന എന്ന് പറഞ്ഞാൽ ഭരണഘടന ഭേദഗതി ചെയ്യാൻ അല്ലെങ്കിലും പറ്റും, പക്ഷേ ചില പ്രത്യേകമായിട്ടുള്ള വളരെ ഫണ്ടമെൻ്റലായിട്ടുള്ള ചില ഭേദഗതികൾ വേണമെങ്കിൽ 3/2 ഭൂരിപക്ഷം വേണം പാർലമെൻറ്റിൽ. അപ്പോൾ അതാണ് അവരുടെ ആവശ്യം. അത് നമ്മുടെ ഇപ്പോഴുള്ള ഇതിൻ്റെ അന്തസ്സത്തെ തന്നെ ചിലപ്പം മാറ്റിമറിക്കാവുന്നതാണ്. അപ്പോൾ അതാണ് ഈ ഇലക്ഷനെ സംബന്ധിച്ചോളം വളരെ ക്രിട്ടിക്കലായിട്ടുള്ള, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം. ഒരു ക്യാരക്ടർ, അതിൻ്റെ ഒരു ആട്രിബ്യൂട്ട് അല്ലെ, അതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. അപ്പോൾ അത് ആണ്. ഇനിയിപ്പം പറഞ്ഞിട്ട് കാര്യമില്ല. ഓൾറെഡി 3 ഇലക്ഷൻ കഴിഞ്ഞു, വോട്ടിംഗ് കഴിഞ്ഞു. ആൾക്കാർക്കെല്ലാം അറിയാം, പല ആൾക്കാർക്കും അറിയാം. പക്ഷേ എല്ലാ ആൾക്കാർക്കും അത് ശരിക്കും മനസ്സിലായിട്ടുണ്ടോ എന്നറിയത്തില്ല. എനിവേ, ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. ആൻഡ് 4-ാം തീയതി നമുക്ക് അറിയാം. പിന്നെ പറയാൻ പറ്റത്തില്ല, ഇനിയും NDAയും BJPയും തിരികെ വന്നാലും അവർ ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്ന് എനിക്കറിയില്ല. ഇന്നത്തെ ഒരു പുതിയ ലോകത്തിൽ അങ്ങനെയൊക്കെ ചെയ്യാനുള്ള സാധ്യത ഉണ്ടോയെന്നും അറിയത്തില്ല. പക്ഷേ അവരുടെ ചെയ്തികൾ, പല നേതാക്കന്മാരുടെ സ്റ്റേറ്റ്മെൻറ്റ്സ്, അവരുടെ രീതികളൊക്കെ കാണുമ്പോൾ നമുക്ക് അങ്ങനെ സംശയം ഉണ്ടായിക്കൂടുന്നില്ല. എനിവേ, നമുക്കിനിയും ബാക്കി കാര്യങ്ങൾ അടുത്ത ഫേസുകളിൽ അല്ലെങ്കിൽ ഇലക്ഷൻ റിസൾട്ട് വന്നിട്ടൊക്കെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ഇതിനെപ്പറ്റി സംസാരിക്കാനുണ്ട്. നമസ്കാരം. വീണ്ടും ഞങ്ങൾ അടുത്ത ഓരോ പുതിയ വീഡിയോയുമായിട്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നതായിരിക്കും. താങ്ക് യു.